ലിഷോയ്ക്ക് ഏറ്റവും പരിചിതനായ തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് ഒന്നുകൂടെ വരുള്ളൂ. തൃശ്ശൂരിൻ്റെ സ്വന്തം കളക്ടർ ഇവിടെയുണ്ട്. നമ്മൾ രാവിലെ ഒന്ന് കണ്ടതായിരുന്നു അല്ലേ? എങ്ങനെയാണ് ഈ ഇവിടെ വന്നിട്ട് ലിഷോയ്ക്കായിട്ട് നിങ്ങൾക്ക് വാർത്തകളുടെ ബന്ധങ്ങളുണ്ടാവും, പക്ഷേ ഈ പൂര ദിവസം വരുമ്പോൾ എങ്ങനെയുണ്ട്? അതെ, നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്. ഒന്നേ ഇവിടെ, അല്ലെങ്കിൽ ഘടകപൂരങ്ങളുടെ അവിടെ, അല്ലെങ്കിൽ ആനേൻ്റെ ചെക്കിങ് കിടക്കുന്ന അവിടെ. അപ്പം അങ്ങനെ എല്ലായിടത്തുമായിട്ട് കറങ്ങി കിടക്കുകയാണ്. എല്ലാവരും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഇത്രത്തോളം അറേഞ്ച്മെൻറ്റ്സ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് കാണാനും, പിന്നെ പൂരം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. തൃശ്ശൂർക്കാർ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പൂരത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും. അപ്പം ഓളം സൂപ്പറല്ലേ, അടിപൊളിയല്ലേ? എൻ്റെ ആദ്യത്തെ പൂരമാണ്, നേരിട്ട് കാണുന്ന ആദ്യത്തെ പൂരമാണ്. ബാക്കി ടി വിയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് പീരുമേടുന്നാ വരുന്നത്. അപ്പം അതെ, മലയോരത്തുനിന്ന് വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ പൂരൊക്കെ കണ്ടാണ്. അപ്പം മുമ്പ് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ടി വിയിൽ കാണുന്ന പോലെ അല്ലല്ലോ, നേരിട്ടെത്തി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഒരാളായി നിൽക്കുമ്പോൾ ഒരു സന്തോഷം. അതെ അതെ, അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നേരിട്ട് കാണാനും സാധിച്ചു, അതിന്റെ ഭാഗമായിട്ട് ആവാനും സാധിച്ചു. അപ്പം അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകം തന്നെയാണ്. നമ്മൾ ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് കണ്ടപ്പോൾ തന്നെ ആദ്യത്തെ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ വെടിക്കെട്ട് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, കേൾക്കുമ്പം ഭയങ്കര സംഭവമാണെന്ന് കേൾക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതിനേക്കാൾ വലിയ സംഭവമാണ്. പണ്ടിപ്പോൾ കളക്ടർമാർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഭവ്യതയോടെ നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ വന്നപ്പോൾ ഇദ്ദേഹം പോകുമ്പോൾ ആളുകൾ പിടിച്ചു നിർത്തി സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. കളക്ടർ നോക്കൂ, എങ്ങനെയുണ്ട് ഇത്? ജനകീയമായി മാറിയില്ലേ? കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ യുവാക്കളുടെ ഒരു വലിയ നിരയാണ് കളക്ടർമാർ. അവർ ആളുകളായിട്ട് വളരെ നല്ല രീതിയിൽ സംവദിക്കുന്നുണ്ട്. അത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയൊരു മാറ്റമാണ്. അതെങ്ങനെ ആസ്വദിക്കുന്നു? അതെ, ഇപ്പം ഇതുവഴി പോകുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സ്നേഹവും ലൈക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ആൾക്കാർ ഒരു സന്തോഷത്തോട് കൂടിയിട്ടും അവരുടെ കൂട്ടത്തിൽ ഒരാളാണെന്നുള്ള രീതിക്കാണ് വിളിക്കുന്നത്. നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൽ വേറൊരു കാര്യമുണ്ട്, ഇത് കളക്ടർ എന്ന ഒരു പോസ്റ്റിൽ ഇരുന്നുണ്ട് ആ ജോലികൾ മാത്രമല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആഘോഷങ്ങൾക്കും കളക്ടർ ക്രിക്കറ്റ് കളിച്ചിട്ട് നിങ്ങളുടെ ടീമിനെ തോപ്പിച്ചോ? അതിവിടെ ചോദിക്കുന്നത് നല്ലൊരു പ്ലെയർ ആണ് തോന്നുന്നല്ലേ? കളക്ടർ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആ മാച്ചിൽ. മണി അവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ സുജി പട്ടാമ്പിയൊക്കെ ആയിട്ട് നേർക്ക് നേർ ഏറ്റുമുട്ടിയതാണ്. അല്ല, അപ്പൊ ക്രിക്കറ്റിലൊക്കെ നല്ല താല്പര്യമുണ്ടോ? അല്ല, ഞാൻ കുറേ ദിവസമായിരുന്നു കളിച്ചത്, പക്ഷെ കുറേ ദിവസത്തിന് ശേഷമായിരുന്നു കളിച്ചത്. പക്ഷെ അന്നത്തെ ദിവസം നല്ലോണം കളിക്കാൻ പറ്റി. അല്ല, ഇപ്പൊ ഇവിടെ എല്ലാ കളക്ടർമാരും ഇപ്പോൾ പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ പലയിടങ്ങളിലും കണ്ടം ക്രിക്കറ്റ് അങ്ങനെ കളക്ടർമാർ തന്നെ പറയാം നിങ്ങൾ കളിക്കുക, ഞങ്ങൾ വന്ന് കളിക്കാന്ന്. അപ്പൊ നിങ്ങളെല്ലാം തമ്മിലൊരു കൂടിയാലോചനയിലുണ്ടായ ഐഡിയ ആണോ അത്? അല്ല, നമ്മൾ ഇങ്ങനത്തെ ഫീൽഡ് ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പത്തനംതിട്ട കളക്ടറായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരേ ബാച്ച് തന്നെയാണ്. പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്തില്ല, പക്ഷേ നമ്മൾ പ്രസ് ക്ലബ്ബ് നല്ലൊരു ഐഡിയ ആയിട്ട് കൊണ്ടുവന്നതാണ്. ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിനായിട്ട് ക്രിക്കറ്റ് മാച്ച് കൊണ്ടുവന്നായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. സ്പോർട്സ് മാത്രമാണ്, ആർട്സിലേക്കൊന്നും ഇല്ലേ? അപ്പൊ പാട്ട് അങ്ങനത്തെ ഒരു ബന്ധമല്ല. ഞങ്ങളുടെ ഒരു ബന്ധം നമുക്കൊരു ഒരു പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് ഹരിത ആള് പോലും ഉണ്ടാവില്ല. പക്ഷേ സ്പോർട്സ് ആണെങ്കിൽ കുറച്ച് ഓടാൻ പറഞ്ഞ കളിക്കാൻ പറഞ്ഞ ഞങ്ങൾ അല്ല, രണ്ടുപേരും മൂളാത്ത മനുഷ്യരൊന്നും ഇല്ല. അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് ആണെങ്കിൽ രണ്ടുപേരും ക്രിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ. പക്ഷെ പാട്ട് പാടാൻ മാത്രം പറയരുത് അല്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ അവരുടെ ഒക്കെ ഒരു പൂരം, ഈ ഇത്തവണത്തെ പൂരത്തിന്റെ ഒരു സന്തോഷം കാണുമ്പോൾ കളക്ടർക്ക് എന്താണ് തോന്നുന്നത് ശരിക്കും? നല്ല രാവിലെ ചെറിയൊരു മഴ ഉണ്ട്. അപ്പം തന്നെ നമുക്കറിയാം അത് പെട്ടെന്ന് മാറും. കാരണം ഇതെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മഴ പെയ്ത കുറച്ച് നല്ലതായി, കുറച്ച് ചൂട് കുറഞ്ഞു കിട്ടി. അത് ഡേ ടൈമിൽ നമ്മൾ കണ്ടപ്പോ വിചാരിച്ചത് പണി വാളോ എന്നല്ലേ? അത്ര നമുക്ക് തൃശ്ശൂർകാർക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നാണ് തോന്നുന്നത്. നമ്മള് തൃശ്ശൂരുകാരൊക്കെ ആയി, പരിപാടികാരൊന്നും കേക്കണ്ട. ചേട്ടാ, നമ്മുടെ കൊച്ചൻ തൃശ്ശൂർ പോയിട്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഈ ഒരുപാട് ആളുകളുടെ മനസ്സിലൊരു വിഷമമുണ്ട് കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്റെ കാര്യത്തിൽ. പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടേക്ക് എത്തുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അതൊരു പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്ന ആ പൂരം നാളെ പൂരമാണ്. അപ്പം അത് കാത്തിരിപ്പാണ്. ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണാനുണ്ട്. അപ്പോൾ കളക്ടർ ആളുകളുടെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പം എന്താ പറയുന്ന ആളുകളൊക്കെ? അല്ല, നമ്മൾ മുന്നേ ഈ അറേഞ്ച്മെൻറ്റ്സിൻ്റെ സമയത്ത് തന്നെ എല്ലാവരുമായിട്ട് കൂടിയാലോചന ഒരുപാടുണ്ടായിരുന്നു. ദേവസ്വങ്ങളായിട്ടും പിന്നെ മുന്നേ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ മുമ്പ് എന്തൊക്കെയായിരുന്നു അബദ്ധങ്ങളിൽ എന്തെങ്കിലുമാണ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത്, അത് സേഫ്റ്റി അതുപോലത്തെ കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അത് പരമാവധി ഇളവ് ചെയ്യാം. നമ്മൾ ഈ പൂരങ്ങളൊക്കെ നടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ, അപ്പം അല്ലാതെ ക്ലോസ് ചെയ്താൽ നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എവിടേക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാൽ സേഫ്റ്റി റൂൾസിൽ ഒരു മാറ്റം വരുത്താത്ത രീതിക്ക് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ സ്വരാജ് റൗണ്ടിലൊക്കെ ഒരുപാട് പേർക്ക്
കാണാൻ സാധിക്കും. ഇപ്പോൾ വെടിക്കെട്ടായാലും തുടക്കത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അതെ അതെ അതെ. ഇപ്പോൾ പുതിയ റൂൾസ് ഒക്കെ വന്നപ്പോൾ അപ്പം നമ്മൾ തന്നെ നമ്മുടെ രീതിക്ക് ജില്ലാ ഭരണകൂടം തന്നെ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള തീരുമാനം എടുത്തു. അപ്പോൾ കാരണം നമ്മുടെ ആവശ്യമാണ് നമ്മൾ പൂരം ഭംഗിയായിട്ട് നടത്തുന്നത്. കളക്ടർ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കാണാൻ പോയിരുന്നു? ഇല്ല, കണ്ടില്ല. കാണാൻ പറ്റും. ഇവിടെ രാവിലെ എറണാകുളം ഷൂവാറിനെ കണ്ടു, ഇപ്പം ഗുരുവായൂരിലെ ഒരു ആനേനെ കണ്ടു. ഇപ്പൊ എല്ലാരും കണ്ടോണ്ടിരിക്കുക. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റ് ഏതാണ്? അതായത് കുടമാറ്റം, വെടിക്കെട്ടുണ്ട്, എലിഞ്ഞിത്തറയുണ്ട്, പേഴ്സണലി കാത്തിരിക്കുന്നത്. അല്ല, നമുക്ക് ഇത് പറഞ്ഞ പോലെ എല്ലാം എനിക്ക് പുതിയതാണ്. അപ്പൊ പൂര വിളംബരം വരെ എത്തി. ഇനിയിപ്പോ അടുത്ത ദിവസത്തെ കാര്യങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മളിപ്പോ ഇൻസ്പെക്ഷൻ നടന്നപ്പോൾ നമ്മുടെ ആനകളൊക്കെ ഒന്ന് കാണാൻ പോയി. അപ്പൊ എല്ലാം ജസ്റ്റ് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടല്ല, എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ആനയോട് ഭയങ്കര ഇഷ്ടം തോന്നി. അവിടെ ജസ്റ്റ് ആനകളൊക്കെ ഒന്ന് നോക്കി. ജന്മനാട്ടില് ആനകളുമായി പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതെ. അപ്പം അതുപോലെ തന്നെ ഈ എലഞ്ഞിത്തറയായാലും വെടിക്കെട്ടായാലും ആളുകൾ ഇങ്ങനെ കാണാനായി കാത്തിരിപ്പാണ്. അപ്പം അത് ഈ ടി വിയിൽ കാണുന്നു പറഞ്ഞല്ലോ. അപ്പോൾ നേരിട്ട് വന്ന് ഇന്നത് കാണണം എന്ന് തോന്നിയിട്ടുള്ളത് എന്താണ്? കുടമാറ്റമാണോ അതോ വെടിക്കെട്ട്? അങ്ങനത്തെ ഏത്? കുടമാറ്റമാണ് എല്ലാവരും നോക്കുന്നത്, അതേപോലെ തന്നെ. പക്ഷെ എല്ലാം എനിക്ക് താല്പര്യമാണ്. ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് കണ്ടപ്പോഴത്തേക്ക് മെയിൻ വെടിക്കെട്ടിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. നാളത്തെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി നിർത്തല്ലേ, ഒന്ന് ഒരു ഒഴിവില്ല. നമ്മൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് വർക്കും നടക്കുന്നുണ്ട്. നമ്മൾ പറയാ, തൃശ്ശൂർക്കാർ പറയാ, ഒരു കൊല്ലം കൊണ്ടൊന്നും തൃശ്ശൂർ പൂരം കണ്ടു തീരില്ല. ഇനി അടുത്ത കൊല്ലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാണ്, അല്ലേ? ശരി, അപ്പോ എന്തായാലും അദ്ദേഹം കൃത്യമായി നേരത്തെ നമ്മളോട് പറഞ്ഞ പോലെ തൃശ്ശൂരുകാരൻ, നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ അങ്ങ് പീരുമേട്ടിൽ നിന്ന് വന്ന് തൃശ്ശൂരെത്തി, തൃശ്ശൂരിൻ്റെ കളക്ടറായി ഇവിടെ വന്ന ആളുകളുടെ ഒക്കെ സ്നേഹം ഏറ്റുവാങ്ങി ആ പൂരത്തെ സ്വന്തം പൂരമായിട്ടല്ലേ, സ്വന്തം നമ്മൾ തന്നെ നേതൃത്വം എടുത്ത് നടത്തുന്ന പൂരമായി ആസ്വദിച്ച് മുന്നോട്ട് വേണം. അപ്പോൾ കളക്ടർ എല്ലാവർക്കും വേണ്ടി അല്ലേ പൂരത്തിൻ്റെ ഒരു ആശംസ കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും പൂരാശംസകൾ നേർന്നോളും. നല്ല ഭംഗിയായിട്ടുള്ള പൂരമായിട്ട് എല്ലാവർക്കും സന്തോഷവും സ്നേഹവും എല്ലാത്തിൻ്റെ ഒരു സമയമാവട്ടെ എന്ന് ആശംസിച്ചോളൂ. ഓക്കെ, സന്തോഷം.